Welcome to another class of Introduction to Prose. Today we are discussing about why is King Alfred called the father of English prose. ഒരുപാട് കാരണങ്ങളുണ്ട് കിങ് ആൽഫ്രഡിനെ ഇംഗ്ലീഷ് പ്രോസിൻ്റെ പിതാവെന്ന് പറയാൻ. Literary prose progresses much during the reign of King Alfred the Great in the 19th century. 9ാം നൂറ്റാണ്ടിൽ കിങ് ആൽഫ്രഡിൻ്റെ ഭരണകാലത്താണ് ലിറ്റററി പ്രോസ് ഗദ്യരൂപത്തിലുള്ള ലിറ്റററി വർക്ക്സുകളൊക്കെ കൂടുതലായിട്ട് പ്രോഗ്രസ് ചെയ്യാൻ തുടങ്ങിയത്. Until then, prose writing were limited to legal writing and historical records. അതുവരെ പ്രോസ് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ലീഗൽ റൈറ്റിങ്ങോ അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സിലോ ഒക്കെ ആയിട്ട് ഒതുങ്ങി നിൽക്കുകയായിരുന്നു. ആൽഫ്രഡ് ഈസ് ദ ഓൺലി കിങ് ഹു ഹാസ് ദ ടൈറ്റിൽ ദ ഗ്രേറ്റ്. ദ ഗ്രേറ്റ് എന്നുള്ള ആ ടൈറ്റിലുള്ള ആകെയുള്ളൊരു കിങ് ആൽഫ്രഡ് ആയിരുന്നു. ഹി ട്രൈഡ് ഹാർഡ് ടു എഡ്യൂക്കേറ്റ് ദ പീപ്പിൾ ആൻഡ് ഇറ്റ് വോൺ ഹിം എ ലോട്ട് ഓഫ് റെസ്പെക്റ്റ് ആൻഡ് അഡ്മിറേഷൻ. അദ്ദേഹം പരമാവധി ആളുകളെ വിദ്യാഭ്യാസം ഉള്ളവരാക്കാൻ ഒരുപാട് ശ്രമിച്ചിരുന്നു. അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ പേരിന് ഒരുപാട് റെസ്പെക്റ്റും അതുപോലെ അഡ്മിറേഷനൊക്കെ കിട്ടാൻ കാരണം. The three great prose of this period were King Alfred, Ælfric and Wulstan. King Alfred is considered the father of English prose. He came to power in 871 AD, succeeding the Danes who burnt books and destroyed monasteries. മൊണാസ്ട്രീസൊക്കെ നശിപ്പിച്ച് ബുക്കുകളൊക്കെ കത്തിച്ചിട്ടുള്ള ഡെയിൻസിനെ അതിജീവിച്ച് അല്ലെങ്കിൽ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് കിങ് ആൽഫ്രഡ് ഭരണത്തിലേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ദ ഫാദർ ഓഫ് ഇംഗ്ലീഷ് പ്രോസ് എന്ന് കണക്കാക്കപ്പെടുന്നു. ആൽഫ്രഡ്സ് റെയിൻ വാസ് പീസ്ഫുൾ. അദ്ദേഹത്തിൻ്റെ ഭരണകാലം എന്ന് പറഞ്ഞാൽ വളരെ സമാധാനപരമായിട്ടായിരുന്നു. ഹി പ്രൊപ്പോസ്ഡ് ആംഗ്ലോ സെക്സൺ ആസ് ദ മീഡിയം ഓഫ് പ്രൈമറി എഡ്യൂക്കേഷൻ ഇൻസ്റ്റെഡ് ഓഫ് ലാറ്റിൻ. ഇദ്ദേഹമാണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്, നോട്ട് ദ പോയിൻറ്റ്. ആംഗ്ലോ സെക്സൺ എന്ന ആ ഒരു മീഡിയം പ്രൈമറി എഡ്യൂക്കേഷനിലേക്ക് കൊണ്ടുവന്നത് ലാറ്റിന് പകരം. His court had a lot of intellectuals. He established a school not only for the children of his countries and nobles, but for the common people. ഇതിനേക്കാളൊക്കെ ഉപരി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അതുവരെ ഭരണത്തിലിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ പ്രമാണിമാർക്ക് മാത്രമാണ് പഠിക്കാൻ ഉള്ള ഭാഗ്യം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇദ്ദേഹം വന്നതോടു കൂടിയിട്ട് ഇദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് സാധാരണക്കാർക്ക് പോലും വിദ്യാഭ്യാസത്തിൻ്റെ വാതിലുകൾ തുറന്നു കൊടുത്തു. This produced a generation that could read and write. ഇതുകൊണ്ട് തന്നെ ഒരു ജനറേഷൻ അദ്ദേഹം വാർത്തെടുത്തു. അവർക്ക് എഴുതാനും വായിക്കാനും അറിയാം എന്നതായിരുന്നു വലിയ കാര്യം. ആൽഫ്രഡ്സ് ഫസ്റ്റ് ലിറ്റററി വർക്ക് വാസ് ദ ലീഗൽ കോഡ് ദാറ്റ് ഹി റോട്ട്. അദ്ദേഹം എഴുതിയിട്ടുള്ള ലീഗൽ കോഡായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ലിറ്റററി വർക്ക് എന്ന് പറഞ്ഞാൽ. ഇറ്റ് സൂൺ ബിക്കെയിം ദ ലോ ഇൻ ദ ലാൻഡ്സ് ഹി റൂൾഡ്. അത് വൈകാതെ തന്നെ അദ്ദേഹം ഭരിച്ചിരുന്ന രാജ്യങ്ങളിൽ ഒരു നിയമമായിട്ട് വന്നു. ബെസ്റ്റ് നോൺ ഫോർ ഹിസ് 5 ട്രാൻസ്ലേഷൻ. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട 5 ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ ഗ്രിഗറിസ് പാസ്റ്ററൽ കെയർ, ബെറ്റ്സ് എക്ലിസിയസ്റ്റിക്കൽ ഹിസ്റ്ററി ഓഫ് ഇംഗ്ലണ്ട്, ബോത്തീസ് ഡി കൺസലേഷൻ ഫിലോസഫിക്, ഒറീസസ് ഹിസ്റ്ററി ഓഫ് ദ വേൾഡ്, സെൻറ്റ് ഓഗസ്റ്റിൻ സോളിലോക്കിയ. What is the importance of the Anglo-Saxon Chronicle? The Anglo-Saxon Chronicle is a book of history of the Anglo-Saxon in Old English. Anglo-Saxonsൻ്റെ ഹിസ്റ്ററി അടങ്ങിയിട്ടുള്ളൊരു ബുക്കിനാണ് ആംഗ്ലോ സെക്സൺ ക്രോണിക്കൽ എന്ന് പറയുന്നത്. അത് ഓൾഡ് ഇംഗ്ലീഷിൻ്റെ ഉള്ളതാണ്. ദ ഒറിജിനൽ മാനുസ്ക്രിപ്റ്റ് വാസ് ക്രിയേറ്റഡ് ഇൻ ദ 9th century ഡ്യൂറിങ് ദ റെയിൻ ഓഫ് ആൽഫ്രഡ് ദ ഗ്രേറ്റ്. അദ്ദേഹത്തിൻ്റെ ജീവിതകാലം എന്ന് പറയുന്നത് 847 മുതൽക്ക് 899 വരെയായിരുന്നു. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലാണ് ഒറിജിനൽ മാനുസ്ക്രിപ്റ്റിലുള്ള ആ ഒരു ആംഗ്ലോ സെക്സൺ ക്രോണിക്കൽ വന്നിട്ടുള്ളത്. ഇറ്റ് ഈസ് ദ പ്രൈമറി സോഴ്സ് ഓഫ് ദി ഏർലി ഹിസ്റ്ററി ഓഫ് ഇംഗ്ലണ്ട്. മെനി കോപ്പീസ് ഓഫ് ദിസ് were made and distributed to monasteries across England where they were adapted. It is the primary source of the early history of England. അപ്പോൾ ആംഗ്ലോ സെക്സൺ ക്രോണിക്കിൾ എന്ന് പറഞ്ഞാൽ
പ്രാഥമികമായിട്ട് ഇംഗ്ലണ്ടിൻ്റെ ഹിസ്റ്ററി ചരിത്രം കാണിക്കുന്ന ഒരു സോഴ്സാണ്. മെനി കോപ്പീസ് ഓഫ് ദിസ് വെർ മേഡ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു മൊണാസ്ട്രീസ് അക്രോസ് ഇംഗ്ലണ്ട് വെർ ദേ വെർ അപ്ഡേറ്റഡ്. ഒരുപാട് മൊണാസ്ട്രീസിൽ ഇംഗ്ലണ്ടിൽ ഒരുപാട് മൊണാസ്ട്രീസിലേക്ക് ഇത് കൊടുക്കുകയും അവിടെ ഇതിനൊരു അപ്ഡേഷൻ ഉണ്ടാവുകയും ചെയ്തു. 7 manuscripts and a fragment surveyed to the modern day. Not all of them are equal in their historical value. ഇപ്പോൾ നിലവിൽ 7 മാനുസ്ക്രിപ്റ്റ്സും അതുപോലെ തന്നെ അതിൻ്റെ കുറച്ച് ഭാഗങ്ങളും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ എല്ലാത്തിനും ഹിസ്റ്റോറിക്കൽ വാല്യൂ ഇല്ല എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് എൻ എക്സലൻറ്റ് അതോറിറ്റി ഫോർ സർട്ടൻ പീരീഡ്സ് ഓഫ് ഹിസ്റ്ററി ലൈക്ക് ദ റെയിൻ ഓഫ് അൾത്തേർഡ് ദ അൺറെഡി ആൻഡ് എഡ്വാർഡ് ദ കൺഫസർ നിക്കോളാസ്. How he calls the Anglo-Saxon Chronicle and buts the history of the English people as two great Anglo-Saxon works of history. അപ്പോൾ ഇതൊക്കെയാണ് രണ്ട് ഇംഗ്ലീഷ് ഗ്രേറ്റ് വർക്ക്, ഇംഗ്ലീഷ് പീപ്പിളിൻ്റെ രണ്ട് ആംഗ്ലോ-സക്സൻ്റെ ഗ്രേറ്റ് വർക്ക്. മൂന്നാമതായിട്ട് പറയുന്നത് റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ എലിസബത്തൻ പ്രോസിനെ കുറിച്ചിട്ടാണ്. എലിസബത്തൻ പ്രോസ് വർക്ക്സ് വെയർ meditations. Elizabethan prose works were meditations of experienced, learned and trained minds. വളരെയധികം അനുഭവസമ്പത്തുള്ള, നല്ല പഠിപ്പുള്ള, അതുപോലെ ട്രെയിൻഡ് ആയിട്ടുള്ള മനസ്സിന് ഒരു മെഡിറ്റേഷൻ പോലെ ആയിരുന്നു എലിസബത്തൻ പ്രോസ് എന്നാണ് പറയുന്നത്. ദേ വെർ ഇൻ ദ ഫോംസ് ഓഫ് എസ്സേസ്, പാംലെറ്റ്സ്, ട്രാക്ട്സ്, ട്രീറ്റീസ്, ട്രാൻസ്ലേഷൻസ്, ട്രാവൽ നറേറ്റീവ്സ് ആൻഡ് സെർമൺസ്. സെർമൺസ് മീൻസ് പ്രസംഗം. Francis Bacon was the most influential writer of this period. He wrote in Latin and English. His major works are essays, the advancement of learning. അപ്പോൾ ഫ്രാൻസിസ് ബേക്കൺ ആയിരുന്നു ഈ ഒരു മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള റൈറ്റർ. ഈ ഒരു കാലഘട്ടത്തിൽ എലിസബത്തൻ പ്രോസിൻ്റെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചുള്ള റൈറ്റർ ബേക്കൺ ആയിരുന്നു, ഫ്രാൻസിസ് ബേക്കൺ. ഇനി ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന കുറച്ചും കൂടി വർക്ക്സിനെ കുറിച്ചിട്ട് ഈ ഒരു പേജിൽ പറയുന്നുണ്ട്. എല്ലാവരും വായിച്ചു നോക്കുക. Why was the 18th century called an age of prose and reason? വിവേകത്തിൻ്റെയും ഗദ്യത്തിൻ്റെയും ഒരു കാലഘട്ടമായി 18ാം നൂറ്റാണ്ടിന് പറയാൻ കാരണം എന്തെന്നാണ് ചോദ്യം. The 18th century was called the age of prose and reason by Matthew Arnold in his book The Study of Poetry. അപ്പോൾ മാത്യു അർണോൾഡിൻ്റെ ദ സ്റ്റഡി ഓഫ് പോയട്രിയിലാണ് ഈ ഒരു ഏജിനെ, 18th സെഞ്ച്വറി എന്നുള്ള കാലഘട്ടത്തിന് ഏജ് ഓഫ് പ്രോസ് ആൻഡ് റീസൺ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഹി കോൾഡ് ഇറ്റ് സോ ബിക്കോസ് അറ്റ് ദാറ്റ് ടൈം ദ ടെൻഡൻസി വാസ് ടു റൈറ്റ് ഇൻ പ്രോസ്. ദ റൈറ്റേഴ്സ് ബിലീവ്ഡ് ഇൻ ദ ഡൈഡാക്റ്റിക് പർപ്പസ് ഓഫ് ലിറ്ററേച്ചർ. Prose writers of that time used simple, easily understandable languages. Because at that time the tendency was to write in prose. മാത്യു അർണോൾഡ് ഇങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചാൽ ആ കാലഘട്ടത്തിൽ ഏറ്റവും അധികം ആളുകൾ എഴുതിയിരുന്നത് പ്രോസിലായിരുന്നു, ഗദ്യരൂപത്തിലായിരുന്നു. ദ റൈറ്റേഴ്സ് ബിലീവ്ഡ് ഇൻ എ ഡൈഡാക്റ്റിക് പർപ്പസ് ഓഫ് ലിറ്ററേച്ചർ. ആളുകൾ ഈ ഒരു പ്രോസിൻ്റെ രണ്ട് തരത്തിലുള്ള യൂസിനെ കുറിച്ച് ബോധവാന്മാരായിരുന്നു, അതിന് വിശ്വസിച്ചിരുന്നു. പ്രോസ് റൈറ്റേഴ്സ് ഓഫ് ദാറ്റ് ടൈം യൂസ്ഡ് സിമ്പിൾ, ഈസിലി അണ്ടർസ്റ്റാൻഡബിൾ ലാംഗ്വേജസ്. ആ ഒരു സമയത്ത് ഗദ്യരൂപത്തിൽ എഴുതിയിരുന്ന ആളുകളൊക്കെ വളരെ എല്ലാവർക്കും സാധാരണ രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിൽ സിമ്പിൾ, ഈസിലി അണ്ടർസ്റ്റാൻഡബിൾ ലാംഗ്വേജാണ് യൂസ് ചെയ്തിരുന്നത്. ദർ വാസ് ഓൺലി വൺ ഫേമസ് പോയറ്റ് ദാൻ അലക്സാണ്ടർ പോപ്പ്, ബട്ട് ദർ വർ മെനി ഗ്രേറ്റ് പ്രോസ് റൈറ്റേഴ്സ്. ജോസഫ് എഡിസൺ, റിച്ചാർഡ് സ്റ്റീൽ, ജോനത്താൻ സ്വിഫ്റ്റ്, ഡാനിയൽ ഡിഫോ ആൻഡ് സാമുവൽ ജോൺസൺ. ആ ഒരു സമയത്ത് അലക്സാണ്ടർ പോപ്പ് മാത്രമാണ് നല്ലൊരു പോയിറ്റായിട്ട് അറിയപ്പെട്ടിരുന്നുള്ളൂ. എന്നാൽ നല്ല പ്രോസ് റൈറ്റേഴ്സായിട്ട് ജോസഫ് എഡിസൺ, റിച്ചാർഡ് സ്റ്റീൽ, ജോനത്താൻ സ്വിഫ്റ്റ്, ഡാനിയൽ ഡിഫോ, സാമുവൽ ജോൺസൺ, അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു. ജോനത്താൻ സ്വിഫ്റ്റിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറഞ്ഞത് 1667 ആണ്. ആൻഡ് ഹി ഡൈഡ് ഇൻ 1745. റോഡ് ക്രിസ്ത്യാനിറ്റിനെ കുറിച്ചിട്ട് ആർഗ്യുമെൻ്റ് ചെയ്യുന്ന തരത്തിലാണ് ദി ടെയിൽ ഓഫ് ടബ് എഴുതിയിട്ടുണ്ടായിരുന്നത്.
പക്ഷെ നമുക്ക് അതിൽ കൂടുതൽ അറിയുന്നത് ഗുലിവർ ട്രാവലിനെ കുറിച്ചിട്ടാവും. ഗുലിവർ ട്രാവൽസ് എന്നുള്ള ആ ഒരു ബുക്ക് ഓൾമോസ്റ്റ് എല്ലാവരും വായിച്ചിട്ടുണ്ടാവും. ആൻഡ് എ മോഡസ്റ്റ് പ്രപ്പോസൽ. അഡിസനും റിച്ചാർഡ് സ്റ്റീലും പെയർസായിട്ടാണ് മിക്കവാറും വരാറുള്ളത്. ജോസഫ് അഡിസൺ ആൻഡ് റിച്ചാർഡ് സ്റ്റീൽ ആൾസോ റോട്ട് ഇൻ ഫൈൻ പ്രോസ്. വെൻ സ്റ്റീൽ സ്റ്റാർട്ടഡ് ഹിസ് മാഗസിൻ ടറ്റ്ലർ, Addison became a regular contributor. Later, they together began the magazine The Spectator. അഡിസണും അതേപോലെ തന്നെ റിച്ചാർഡ് സ്റ്റീലും കൂടിയിട്ട് തുടങ്ങിയിട്ടുള്ളൊരു മാഗസിൻ്റെ പേരാണ് ദ സ്പെക്ടേറ്റർ. ഡോക്ടർ സാമുവൽ ജോൺസൺ വാസ് അനദർ ഗ്രേറ്റ് writer. His writing often appeared in the Gentleman's Magazine. In 1747, he began working on his dictionary and wrote periodical essays for the Rambler. Rambler എന്നൊക്കെ ഉള്ളത് പീരിയോഡിക്കൽ മാഗസിൻ്റെ പേരാണ്. പീരിയോഡിക്കൽ എസ്സേസ് എഴുതാം മാഗസിൻസിലാണ്, അപ്പോൾ അതിൻ്റെ പേരാണ് ദ റാംബ്ലർ. In 1765, he published the edition of Shakespeare. Its preface became a landmark in Shakespearean criticism. His last major work was The Lives of Poets, which had short biographies and critical appraisals of 52 poets. Daniel Defoe, who wrote Robinson Crusoe, is another important prose writer of the 18th century. Other important writers of the century were Oliver Goldsmith, Edward Gibbon, and Edmund Burke. ഇനി വിക്ടോറിയൻ പ്രോസിനെ കുറിച്ചിട്ട് ഒരു ഷോർട്ട് നോട്ട് എഴുതാൻ പറഞ്ഞാൽ നമ്മൾക്ക് എന്തൊക്കെ എഴുതാൻ പറ്റും? ദി മേജർ പ്രോസ് റൈറ്റേഴ്സ് ഓഫ് ദി വിക്ടോറിയൻ പീരീഡ് വർ തോമസ് കാർലൈറ്റ്, John Ruskin, Thomas Babington Macaulay, Walter Pater, R.L. Stevenson, and Matthew Arnold. Thomas Carlyle influenced Victorian prose the most. Carlyle's best work are അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് അല്ലെങ്കിൽ ബെസ്റ്റ് വർക്ക്സ് ഏതൊക്കെയാണ്? ദ ലൈഫ് ഓഫ് സ്കില്ലർ, സാർട്ടർ റിസാർട്ടസ്, ദ ഫ്രഞ്ച് റെവല്യൂഷൻ, ഒലിവർ ക്രോംവെൽസ് Letters and Speeches, On Heroes, Hero Worship, and the Heroic in History. John Ruskin was an art critic, writer, and social reformer. His famous books are Modern Painters, The Seven Lamps of Architecture, The Two Stones of Venice, The Two Paths Unto This Last, Manura Pulveris, Sesame and Lilies, and The Crown of Wild Olive. The Crown of Wild Olive. Macaulay was a firm believer of the happy materialism of his age. His essay popularized a taste for literature. സാഹിത്യത്തിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു അല്ലെങ്കിൽ ആ ഒരു അഭിരുചി വളരെയധികം എടുത്ത് കാണിച്ചിരുന്ന എസ്സേസ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ. ഹി വാസ് ബേസിക്കലി എൻ എസ്സേ റൈറ്റർ. ഹിസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വർക്ക് ഈസ് ദ ഹിസ്റ്ററി ഓഫ് ഇംഗ്ലണ്ട് ഫ്രം ദ accession of James II. Walter Pater was a stylist and an art critic. അപ്പോൾ അദ്ദേഹം ഒരു സ്റ്റൈലിസ്റ്റും പിന്നെ അതുപോലെ തന്നെ ഒരു ആർട്ട് ക്രിട്ടിക്കും ആയിരുന്നു. ഹി സ്ട്രോങ്ലി ബിലീവ് ഇൻ ദ തിയറി ആർട്ട് ഫോർ ആർട്ട്സ് സേക്ക്. ആർട്ട് കലയുടെ ഗുണത്തിനാണെന്നുള്ള ആ ഒരു തിയറിയിൽ അദ്ദേഹം വളരെയധികം വിശ്വസിച്ചിരുന്നു. വാൾട്ടർ പാറ്റർ. ഹിസ് ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് are studies in the history of Renaissance, imaginary portraits, and appreciations. R.L. Stevenson was another famous writer. His famous books are Inland Voyage, Travels with a Donkey in the Sevens, and Virginibus Perisco of Maidens and Youths, all of which contain his famous essays. Prose writing of Matthew Arnold deal with the literature and life. His famous books are Essays on Criticism, The Study of Poetry, Culture and Anarchy, Literature and Dogma, and Last Essay on Church and Religion. Thank you.